എൻ്റെ പേര് രേഷ്മ സിസിൽ തോമസ്. ഞാൻ കാളികാവ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ടെക്സസിൽ ഹ്യൂസ്റ്റണിലാണ്. അവിടുത്തെ ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 28-നാണ്. അതിൽ എനിക്ക് 6 നിയോഗങ്ങളിൽ 5 നിയോഗങ്ങളും സാധിച്ചു കിട്ടി. ഒന്നാമത്തെ നിയോഗമായിട്ട് എനിക്ക് MSW പാസ്സാകാനായിരുന്നു. ഞങ്ങളുടെ അവസാന സെമസ്റ്റർ പരീക്ഷ നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പിന്നീട് 2 മാസം ഇൻറ്റേൺഷിപ്പിന് ശേഷം ഒരു 120 പേജുള്ള 60 റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അത് വൈവയുടെ ദിവസം സബ്മിറ്റ് ചെയ്യണം. വൈവയ്ക്ക് ഒരാഴ്ച മുന്നേ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. അപ്പം അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. 2 ദിവസം കൊണ്ടാണ് ഞാൻ ഈ 60 റിപ്പോർട്ടുകളും എഴുതി തീർത്തത്. അത് മാതാവിൻ്റെ കൃപയാലാണ്. അത് മര്യാദയ്ക്ക് പഠിക്കാനോ അത് അറേഞ്ച് ചെയ്യാനോ പോലും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാൻ ശരിക്കും കാശുരൂപം പിടിച്ചിട്ടാണ് കയറിയത്. എക്സാമിനേഴ്സ് റിപ്പോർട്ടൊന്നും മര്യാദയ്ക്ക് വായിച്ചില്ല. ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് അവർ അടച്ചു വെച്ചു. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ എനിക്ക് നന്നായി ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ മാതാവിൻ്റെ കൃപയിൽ എനിക്ക് MSW പാസ്സാകാൻ സാധിച്ചു. പിന്നീട് ഞാൻ US പോയി. അവിടെ കോഴ്സ് റിക്കഗ്നിഷൻ, ഞാൻ ഇവിടെ പഠിച്ച ഡിഗ്രി അവിടെ ആക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി അവിടെ നിന്നാണ് ഞാൻ ഇവിടുത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തത്. എനിക്കിവിടെ ഒരു സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചു. 3 മാസത്തോളം ഉണ്ടായിരുന്ന ലാഗായിരുന്നു. ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ പാലിക്കാൻ തുടങ്ങി, ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കോഴ്സ് റിക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നീട് അവിടുത്തെ ലൈസൻസ് പരീക്ഷ എഴുതണമായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ പോലും അവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും 4ഉം 5ഉം അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും കിട്ടാത്ത ഒരു പരീക്ഷയായിരുന്നു. അപ്പം അത് എഴുതുവാന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റത്തില്ലായിരിക്കും, ട്രൈ ചെയ്ത് നോക്ക്, ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന്. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നു. എക്സാമിന് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, നിൻ്റെ അസൈൻ സീറ്റിൽ നിൻ്റെ കമ്പ്യൂട്ടറിൽ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതാണ്. അന്നേരം കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നെ എക്സാം എന്ന് എഴുതിപ്പിക്കണേ എന്നുള്ളത്. എക്സാം ഹാളിൽ കയറ്റി കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചെയ്തത്. 80ാമത്തെ ചോദ്യമായപ്പം എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു വേറൊരു കമ്പ്യൂട്ടറിൽ സെറ്റാക്കി തരാം, പക്ഷേ ഇതുവരെ ചെയ്തത് അതിലുണ്ടാകുമോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവർ ആ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ചെയ്ത വർക്കെല്ലാം അതേപടി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും എനിക്ക് ലഭിച്ചു. അന്നേരം തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി, ഇതെന്നെ മാതാവ് എൻ്റെ മെറിറ്റാലല്ല ഞാൻ ഈ പരീക്ഷ പാസ്സാകുന്നത്, അമ്മയുടെ കൃപയാലാണ് എന്ന് കാണിച്ചു തന്നതെന്ന് മനസ്സിലായി. അതിൻ്റെ ഫലമായി അപ്പം തന്നെ ഞാൻ സബ്മിറ്റ് അടിച്ചു. ഞാൻ പാസ്സായിരുന്നു. പിന്നീട് എനിക്ക് ജോലി കിട്ടാൻ 1.5 മാസത്തോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ കേട്ടിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഫെബ്രുവരി 18-നുള്ളിൽ എനിക്ക് ജോലി തരണേന്ന്. ഉടമ്പടി ധ്യാനത്തിന് ശേഷം എനിക്ക് ഒരു ടെക്സസ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോള് വന്നു. അവിടെ ഇൻ്റർവ്യൂവിൽ പോയപ്പം ഞാൻ ഉടമ്പടി തൈലം വയ്ക്കുകയും ഉപ്പ് കയ്യിൽ പിടിക്കുകയും ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഭയങ്കര കോൺഫിഡൻസോടെയാണ്. എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ കോൺഫിഡൻറ്റോടെയാണ്, ആ മാതാവ് എന്നിലൂടെ പറയുന്ന പോലെയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തത്. പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരെന്നെ ഹയർ ചെയ്തു എന്ന് പറഞ്ഞു. ആ ജോലി കിട്ടാൻ അവിടുത്തെ സിറ്റിസൻസ് വരെ 8 വർഷത്തോളം കാത്തിരിക്കുന്ന ജോലിയായിരുന്നു. എൻ്റെ വേറൊരു കൊളീഗ് ഒരു ക്ലറിക്കൽ പോസ്റ്റ് കയറിയിട്ടാണ് അവർക്ക് വേണ്ട പോസ്റ്റിലേക്ക് അവർ പിന്നീട് മാറിയത്. അവിടുത്തെ എൻ്റെ എംപ്ലോയർ തന്നെ പറഞ്ഞു, നിൻ്റെ കൂടെ എന്തോ ഒരു അനുഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇതെല്ലാം പെട്ടെന്ന് കിട്ടുന്നതെന്ന്. ആ അനുഗ്രഹം ഉടമ്പടി വഴി ലഭിച്ചതാണ്. പിന്നീട് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും ഭയങ്കര പാസ്സാകാൻ പാടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ടാസ്കുകളെല്ലാം മനസ്സിൽ വിചാരിച്ച് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. 1 വർഷമായിട്ട് ഞാനിപ്പം ടെക്സസ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലാണ്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും സാലറി പാക്കേജും ഞാൻ അർഹതപ്പെട്ടതിലും കൂടുതൽ നല്ല ജോലിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോഴെല്ലാം പത്രം മേടിച്ചുകൊണ്ട് പോവുകയും ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളിലുള്ള പത്രം മേടിച്ച് അവിടെ കൊടുക്കുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് സാലറി മൊത്തം ഞാൻ മാതാവിന് വേണ്ടി മാറ്റിവെച്ചു. മാതാവ് വഴി എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് സാധിച്ചു.
പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാം നിർബന്ധപ്രകാരമായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതൊന്നും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എല്ലാവരും വീട്ടുകാർ പറഞ്ഞു പോകുന്നു എന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമായി. സ്വന്തമായിട്ട് കുമ്പസാരിക്കാനൊക്കെ പറ്റി. ഇപ്പോൾ ലഞ്ച് ടൈം കിട്ടിയാലും ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ധ്യാനം കേൾക്കും. എൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ എൻ്റെ അനിയത്തിയും ആൻറ്റിമാരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും.